This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യമെന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവിക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്. ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. The glory of God means the visible, tangible and the audible presence of God.
ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമായ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ്, അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 83 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് അവനെതിരെ പാപം ചെയ്ത് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. നിത്യമരണമെന്നാൽ പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ദൈവജീവൻ്റെ പൂർണ്ണതയായ തേജസ് കൂടാതെ മനുഷ്യൻ അപൂർണനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ നിറയുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ പ്രാണനിൽ ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്. ഭയം, ദുഃഖം, നിരാശ തുടങ്ങി സകലവിധ നിഷേധാത്മക വികാരങ്ങളാലും അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കും. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായി ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ ക്രൂശ് മരണം മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്ന് അവനെ രക്ഷിച്ച് തൻ്റെ ജീവനെയും ആത്മാവിനെയും അവന് ദാനമായി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ആത്മാവിലേക്ക് ദൈവജീവനും ആത്മാവും പ്രവേശിച്ച് അവനെ ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ മകനാക്കി തീർത്തിരിക്കുന്നു. ഇനി ഓരോ നിമിഷവും ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് അവന് വളർച്ചയുണ്ട്. എങ്ങനെയാണ് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുന്നത്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതായത് ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവജീവനാലും ആത്മാവാലും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വചനം ഒരുവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോൾ വചനം ജീവനായിത്തീരുന്നു, ആത്മാവായിത്തീരുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും ജീവൻ പ്രാപിച്ച് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ മുമ്പാകെ ജീവൻ നൽകുന്ന വൃക്ഷവും ജ്ഞാനം നൽകുന്ന വൃക്ഷവും ഉണ്ടായിരുന്നു. എന്നാൽ ആദാം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തിരഞ്ഞെടുത്തു. ഇന്നും ദൈവത്തിൻ്റെ ജനം ആദം ചെയ്ത അതേ പാപം വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണോ അതോ കേവലം ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടിയാണോ? സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം
20-ാം വാക്യം തുടങ്ങിയാണ് നാം പഠനം ആരംഭിച്ചത്. ദൈവവചനങ്ങൾക്ക് ഏറെ ശ്രദ്ധ കൊടുക്കണം, നിരന്തരമായി വായിക്കണം, നിരന്തരമായി ധ്യാനിക്കണം, ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കണം. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം. നാം എന്താണ് കേൾക്കേണ്ടത്? ജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ആത്മീക അഭിവൃദ്ധിയിലേക്ക്, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നമ്മെ വളർത്തിയെടുക്കുന്ന തികഞ്ഞ പുരുഷത്വത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം നമ്മെ വളർത്തിയെടുക്കുവാൻ പ്രാപ്തിയുള്ള ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ നമ്മെ സഹായിക്കുന്ന, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന, സ്വയത്തെ ത്യജിച്ച് താൻ്റെ ക്രൂശെടുത്ത് സമ്പൂർണ്ണ സമർപ്പണത്തിൽ യേശു കർത്താവിനെ അനുഗമിപ്പാൻ നമ്മെ സഹായിക്കുന്ന, ആത്മദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന, പാപത്തിൻ്റെ മീതെ, ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും മോഹങ്ങളുടെ മീതെ, പിശാചിൻ്റെ സകല പരീക്ഷകളുടെയും തന്ത്രങ്ങളുടെയും മീതെ ജയാളികളാക്കി തീർത്ത് യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. 4-ാം അധ്യായം 22-ാം വാക്യമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാണ്. എങ്ങനെയാണ് വിശുദ്ധ വചനം നമുക്ക് ലഭ്യമാകുന്നത്? വളരെ പ്രധാനമായ 8 പോയിൻറ്റ്സുകൾ നാം ഈ വിഷയവുമായുള്ള ബന്ധത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്കും ബുദ്ധിയിലേക്കും സ്വതന്ത്രമാക്കുക എന്നതാണ്. പരിശുദ്ധാത്മാവാണ് വചനം പഠിപ്പിക്കുന്നത്, വചനം വെളിപ്പെടുത്തുന്നത്, വചനം നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്, വചനം അനുസരിപ്പാൻ നമുക്ക് കൃപ നൽകുന്നത്. രണ്ടാമതായിട്ട്, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പകർന്ന് നമ്മുടെ ഹൃദയദൃഷ്ടിയെ, അതായത് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുക എന്നതാണ്. നമ്മുടെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചുവെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചു. പാപം നിമിത്തം നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചതിലൂടെ അവൻ്റെ അകത്തുള്ള ദൈവീക പരിജ്ഞാനം നഷ്ടപ്പെട്ട്, ദൈവത്തിൻ്റെ സ്വരൂപം നഷ്ടപ്പെട്ട്, ദൈവികമല്ലാത്ത ഒരു തരം ജ്ഞാനം അവൻ പ്രാപിച്ചതുകൊണ്ട് വീണുപോയ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ദൈവത്തെ പ്രാപിക്കുവാനോ ആത്മിക കാര്യം സ്വീകരിപ്പാനോ വചനത്തെ പ്രാപിക്കുവാനോ കഴിയുന്നതല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ തുറക്കുകയും ഓരോ സമയത്തും വചനം സ്വീകരിപ്പാൻ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല, പിശാച് പാപത്തിൽ വീണുപോയ സകല മനുഷ്യൻ്റെയും ഹൃദയത്തെ, അവൻ്റെ മനസ്സിനെ, ബുദ്ധിയെ കുരുടാക്കി എന്ന് വചനം പറയുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവത്തിൻ്റെ യഥാർത്ഥ ഇമേജ്, യഥാർത്ഥ സ്വരൂപം, യഥാർത്ഥ പ്രതിമ അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരു മനുഷ്യൻ്റെ പാപത്തെ മോചിച്ച് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്നും രക്ഷിച്ച് തൻ്റെ ജീവനെ അവന് ദാനമായി കൊടുത്ത് തൻ്റെ തേജസ്സിൻ്റെ പൂർണ്ണതയിലേക്ക് മടക്കി വരുത്തുന്നതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ആ ക്രിസ്തുവിൻ്റെ സുവിശേഷം, തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ഒരു വ്യക്തിയുടെ മനസ്സിൽ ശോഭിക്കാതിരിക്കാൻ വേണ്ടി, തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി പിശാച് ലോകത്തിൻ്റെ മനുഷ്യരുടെ മനസ്സിനെ
കുരുടാക്കി വച്ചിരിക്കുകയാണ്, അടച്ചു വച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ, മനസ്സിൽ പിശാച് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അനേകമായ വേദഭാഗങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 2-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. കർത്താവിങ്കലേക്ക് വരും മുമ്പുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥ പറയുകയാണ്. നാം ഒരിക്കൽ ഈ ലോകത്തിൻ്റെ കാലഗതിക്കൊത്തവണ്ണം, ഈ ലോകത്തിൻ്റെ സംവിധാനത്തിനൊത്തവണ്ണം നടന്നവരാണ്. മാത്രമല്ല, അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഒരാത്മാവുണ്ട്. അതിൻ്റെ അധിപതിയായവൻ, അവൻ ആകാശത്തിലെ അധികാരിയാണ്. അവന് നാം അടിമയായി അവനെ അനുസരിച്ചു നടന്നു. അനുസരണക്കേടിൻ്റെ മക്കൾ എന്നതിൻ്റെ അർത്ഥമെന്താണ്? അതായത് ദൈവത്തിൻ്റെ വചനമനുസരിക്കാത്തവർ, ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷമനുസരിക്കാത്തവർ, നിത്യരക്ഷയെക്കുറിച്ചുള്ള, നിത്യജീവനെക്കുറിച്ചുള്ള, നിത്യ തേജസ്സിനെക്കുറിച്ചുള്ള, നിത്യരാജ്യത്തെക്കുറിച്ചുള്ള, വരുവാനുള്ള ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സുവിശേഷം, ദൈവത്തിൻ്റെ സന്ദേശം അനുസരിക്കാതെ അത് തിരസ്കരിക്കുന്നവരെക്കുറിച്ചാണ് അനുസരണക്കേടിൻ്റെ മക്കൾ എന്ന് വചനം വ്യക്തമാക്കുന്നത്. അങ്ങനെ സുവിശേഷത്തെ തിരസ്കരിക്കുന്ന, സ്വർഗത്തിലെ പിതാവാം ദൈവത്തിൻ്റെ സന്ദേശത്തെ തിരസ്കരിക്കുന്ന സകല വ്യക്തികളിലും വ്യാപരിക്കുന്ന ഒരാത്മാവുണ്ട്. അത് ആകാശത്തിലെ അധികാരിയുടെ ആത്മാവാണ്. ആകാശത്തിലെ അധികാരി എന്ന് പറഞ്ഞിരിക്കുന്നത് പിശാചിനെക്കുറിച്ചാണ്, സാത്താനെക്കുറിച്ചാണ്. ദൈവവചനം സ്വീകരിക്കാൻ കഴിയാത്ത സകല വ്യക്തികളിലും പിശാചിൻ്റെ ആത്മാക്കൾ വ്യാപരിക്കുന്നു എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതുപോലെ വിതകാരൻ്റെ ഉപമ വ്യാഖ്യാനിക്കുന്ന ആ പ്രത്യേകമായ വേദഭാഗത്തും കർത്താവ് ഇത് വ്യക്തമാക്കുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 19-ാം വാക്യത്തിൽ, ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തുകളയുന്നു. ഇതത്രേ വഴി അരികെ വിതയ്ക്കപ്പെട്ടത്. വഴി അരികെ വിതയ്ക്കപ്പെട്ട വിത്ത്, ആ സ്ഥലം കാണിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ സംബന്ധിച്ചാണ്. വിത്ത് വഴിയരികെ വീണു, ഉടൻ തന്നെ പക്ഷികൾ വന്ന് ആ വിത്ത് എടുത്തുകൊണ്ടുപോയി. അർത്ഥം യേശു പറയുന്നു, ദൈവരാജ്യത്തിൻ്റെ, നിത്യജീവൻ്റെ സുവിശേഷത്തിൻ്റെ വചനം ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് വിതയ്ക്കപ്പെട്ടു. അവൻ വചനം കേട്ടു, അവനത് ഗ്രഹിക്കാത്തതുകൊണ്ട് പിശാച് വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ എടുത്തുകളയുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ദുഷ്ടൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സാത്താനാണെന്ന് വ്യക്തമാക്കുകയാണ്. അതായത്
യേശുവിനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പിശാച് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ മനസ്സിനെ അവൻ കുരുടാക്കി വച്ചിരിക്കുന്നു. അവരകത്ത് വിതയ്ക്കപ്പെടുന്ന വചനം അവർ ഗ്രഹിക്കാത്തതുകൊണ്ട് അവൻ എടുത്തു കളയുന്നു എന്നൊക്കെ പറയുമ്പോൾ വ്യക്തമാക്കുന്നത് അനുസരണക്കേടിൻ്റെ മക്കളിൽ സകല മനുഷ്യൻ്റെ ഹൃദയത്തിൽ പിശാച് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 18-ാം വാക്യത്തിൽ റോമൻ കോടതിയിൽ നിന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന വേദഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അവർക്ക് പാപമോചനവും, ജാതികളെക്കുറിച്ച് പറയുകയാണ്, എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിങ്കൽ നിന്ന് ദൈവത്തിങ്കലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. പൗലോസ് അപ്പോസ്തലൻ്റെ മേൽ ദൈവം കൊടുത്ത ശുശ്രൂഷ, ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത ജാതികളുടെ അടുക്കലേക്ക് ദൈവം അവനെ അയച്ചത് സത്യസുവിശേഷം പ്രസംഗിച്ച് നിത്യരാജ്യത്തിൻ്റെ, നിത്യരക്ഷയുടെ, നിത്യ തേജസ്സിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് ജാതികളുടെ കണ്ണ് തുറക്കണം. പിശാച് അവരുടെ കണ്ണുകളെ കുരുടാക്കി വച്ചിരിക്കുകയാണ്. അവരുടെ കണ്ണുകളെ തുറക്കണം. മാത്രമല്ല, അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അധികാരത്തിങ്കിലേക്കും തിരിക്കണം. യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത, സുവിശേഷം കേട്ടിട്ടില്ലാത്ത എല്ലാ വ്യക്തികളും ഇരുട്ടിലാണെന്നും അവർ പിശാചിൻ്റെ അധികാരത്തിലാണെന്നും സാത്താൻ അവരുടെ കണ്ണിനെ കുരുടാക്കി വച്ചിരിക്കുന്നുവെന്നും സത്യസുവിശേഷം പ്രസംഗിച്ച് ദൈവരാജ്യത്തിൻ്റെ, നിത്യജീവൻ്റെ സുവിശേഷം പ്രസംഗിച്ച് അവരുടെ മേലുള്ള പിശാചിൻ്റെ രാജ്യത്തിൻ്റെ ശക്തിയെ തകർത്തു കളഞ്ഞ് അവരുടെ കണ്ണു തുറന്ന് അവരുടെ കണ്ണിനെ പ്രകാശിപ്പിച്ച് അവരെ വെളിച്ചത്തിലേക്ക്, ദൈവരാജ്യത്തിങ്കിലേക്ക് നയിക്കുക. ഇതാണ് ദൈവസഭയുടെ ശുശ്രൂഷ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം അതിൻ്റെതായിരിക്കുന്ന പൂർണ്ണ ജ്ഞാനത്തിൽ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി തുറക്കപ്പെടണം. തുറക്കപ്പെട്ടാൽ മാത്രം പോരാ, ഓരോ പ്രാവശ്യവും വചനം വായിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ നമ്മുടെ ഹൃദയദൃഷ്ടി, ബുദ്ധി പ്രകാശിപ്പിക്കപ്പെടേണ്ട ആവശ്യവുമുണ്ട്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
പഠനത്തിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ.